ഈ സമയത്തൊക്കെ സ്റ്റേറ്റിൻ്റെ ആർഗ്യുമെൻ്റാണ് പൊളിഞ്ഞു പോകുന്നത്. ഇതിൻ്റെ അകത്ത് എന്ത് ഭരണഘടനാപരമായിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ ആക്ട് ചെയ്തിരിക്കുന്നത്? ആൾക്കാർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം. ഇവരൊന്നും മതം മാറിയിട്ടില്ല, അവരവരുടെ വിശ്വാസമേ മാറിയിട്ടുള്ളൂ. അതിനകത്ത് ഏത് രീതിയിലാണ് ഈ പറയുന്ന ഇവർക്കെതിരെ കള്ളക്കേസ് എടുക്കാൻ പറ്റുന്നത്? ഇപ്പം അറിഞ്ഞൊരു സംഭവമുണ്ട്. മധ്യപ്രദേശിലെ ജബ്ബാർ ഖാൻ എന്ന് പറഞ്ഞ ഇവാഞ്ചലിക്കൽ പാസ്റ്ററാണ്, ബ്രദർ. അയാളുടെ വീടെല്ലാം കൂടെ ബുൾഡോസർ രാജ് അത് ഉപയോഗിച്ച് തകർത്തു. സുപ്രീം കോടതി അതും പറഞ്ഞതാണ് ബുൾഡോസർ ഉപയോഗിക്കരുത്. അതായത് ഒരാൾ താമസിക്കുന്ന വീടും ആ സഭ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അതും അവിടെ എല്ലാം എന്തുകൊണ്ടും ഒരു ബനാന റിപ്പബ്ലിക് ആക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയെ. അതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യുകയാണ് ഇവരെ. അതായത് ഈ കാണത്തമുള്ളവർക്ക് ഭരണം കിട്ടി എന്തും ചെയ്യാൻ പറ്റും. അതിൻ്റെ തെളിവാണ് BJP ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലുണ്ടാക്കുന്നത്. UP-യിൽ എത്ര കേസാണ്? അതേപോലെ പ്രോപ്പറായിട്ട് ചാർജ് ഷീറ്റില്ല, കുറ്റമില്ല, ഒന്നുമില്ല. മറ്റേ ജോസ് പാപ്പച്ചൻ എന്ന് പറഞ്ഞ അയാളെ എടുത്ത് കോടതി 5 വർഷം വിധിച്ചു. ഹൈക്കോടതി പോയി കഴിയുമ്പോൾ സ്റ്റേ കൊടുത്തു. ഇതെല്ലാം ഇനി വരാൻ പോവാണ്. അതായത് ഇത്രയും കേസുകൾ വാലവാലയായിട്ട് വന്നേക്കുവാണ്. ഇതെല്ലാം ചർച്ച ചെയ്യാൻ പോവാണ് സുപ്രീം കോർട്ടിൽ. അതായത് നല്ല ആർഗ്യുമെൻ്റ് ഉണ്ടാകും. ഈ ആർഗ്യുമെൻ്റ് സമയത്ത് സ്റ്റേറ്റ് ഏത് രീതിയിൽ പറഞ്ഞതിനെ ഡിഫെൻഡ് ചെയ്യും. അവിടെയാണിത് പൊളിഞ്ഞു പോകുന്നത്. അതായത് BJP ഭരിക്കാത്ത സ്റ്റേറ്റുകളുണ്ട് പലയിടത്തും.